നമസ്കാരം. ഞാനിന്നേ ഒരു കഥയല്ല, ഒറിജിനൽ ജീവിതത്തിൽ നടന്ന സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു ഭാര്യയും ഭർത്താവും പ്രായമായവരായിരുന്നു. ഭർത്താവും ഉണ്ടായിരുന്നു. ഇണക്കുരുവികളെ പോലെ ജീവിച്ചതായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും എല്ലാം പരസ്പരം പങ്കുവെച്ച് സന്തോഷകരമായൊരു ജീവിതമായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. ലത എന്നാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. ലത എന്തോ ഉണ്ട് കേട്ടോ, മഹാരാഷ്ട്രക്കാരിയല്ലേ. അപ്പം അവരെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരറിയുന്നത് ഭർത്താവിന് വലിയൊരു അസുഖമാണ് എന്നുള്ള കാര്യം. അപ്പോൾ അവിടെയുള്ള മഹാരാഷ്ട്രയിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കിയപ്പോൾ അവരോട് പറഞ്ഞു, നഗരത്തിലെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റും, അവിടെ കൊണ്ടുപോകൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു വണ്ടി വിളിച്ച് കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ പൈസയും എടുത്ത് ഇവർ രണ്ടുപേരും കൂടെ നഗരത്തിലെ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പം സ്കാൻ ചെയ്യണം, അത് ചെയ്യണം, ബ്ലഡ് പരിശോധിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുള്ളത് എല്ലാം കൂടെ തുക അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ നിരാശരായി, ഇനി ചെക്കപ്പ് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നോർത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും കൂടെ ആലോചിച്ച് തിരിച്ചു പോകാനുള്ള പൈസ പോലും അവരുടെ കയ്യിലില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. അവരിങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മാരത്തോൺ ഓട്ടം നടക്കുന്ന ഒരു ബോർഡ് ഈ പുള്ളിക്കാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് സമ്മാനത്തുകയായിട്ട് കിട്ടുന്നത് 5000 രൂപയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അതിങ്ങനെ കണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടിട്ടാണ് ഇവർ ഹോസ്പിറ്റലിലോട്ട് പോയത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇവർ ബസ്സിലിരുന്ന് കഴിഞ്ഞപ്പം ആ സ്ഥലം വന്നപ്പം ഇവർ ഭർത്താവിനെയും കൂട്ടി അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ സംഘാടകരോട് ചെന്ന് ചോദിക്കുന്നു, ഞാൻ ഈ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്തോട്ടെ എന്ന് ചോദിക്കും. നിങ്ങളോ എന്ന് ചോദിച്ചു അവർ. കാരണം നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, അത് തന്നെയല്ല നിങ്ങളുടെ കാലിൽ ബൂട്ടില്ല, കുടിക്കാനുള്ള വെള്ളം പോലും നിങ്ങളുടെ കയ്യിലില്ല, പിന്നെ എങ്ങനെ നിങ്ങളിതിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ അവരുടെ കാല് പിടിക്കുകയാണ്. ഞാനിതിൽ പങ്കെടുക്കാം, എന്നെ നിങ്ങളിതിൽ പങ്കെടുപ്പിക്കണം, എനിക്കൊരു അത്യാവശ്യമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓടാം, നിങ്ങൾ വേറെ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണ്ട, ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട, ഞാനിതിൽ ഓടിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി. ഇവർ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഇവർ നിർത്തിക്കോളും എന്നാണ് സംഘാടകർ ഓർത്തത്. അവർ ആ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കുന്നു. എങ്ങനെയാണെങ്കിലും ഇവർ കാലിൽ ബൂട്ടുമില്ല, ഒന്നുമില്ലാതെ ഇവർ പൊരിഞ്ഞ വെയിലത്ത് അവർ ഓടി അതിൽ 1ാം സമ്മാനം നേടുന്നു. അവർ സന്തോഷത്തോടു കൂടി ആ 5000 രൂപ മേടിച്ച് ഇവരുടെ ഭർത്താവിനെയും കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവർ ചോദിക്കുന്നു, ഇതെന്താണ് ഇങ്ങനെ വന്ന് പങ്കെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഒരു സ്കാനിങ് ചെയ്യാനുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്തതെന്ന്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളും ഇതുപോലെ തന്നെ ആയിരിക്കണം. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളത് വിജയിച്ചിരിക്കും. കാരണം പലർക്കും എന്നാണെന്നറിയാം, ഒരിടത്ത് എത്തിപ്പെടാൻ സാധിക്കാതെ തന്നെ നമുക്ക് ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ച് നമ്മുടെ മനസ്സിൽ ഗാഢമായ ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കിത് ചെയ്യണം എന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിത് സാധിച്ചെടുക്കാൻ സാധിക്കും. ഏത് കാര്യമാണെങ്കിൽ പോലും നമുക്കത് വേണ്ട, നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ എല്ലാത്തിലും മടിയും അല്ലെങ്കിൽ അലസതയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നത്. ഈ പ്രായമായ സ്ത്രീക്ക് വേണമെങ്കിൽ അവരുടെ പ്രായത്തെ വെച്ച് അവർക്കതിൽ നിന്ന് ഒഴിവാകാം, കയ്യും മലർത്തി ഇരിക്കാം, ഇല്ലേ, ഭർത്താവിൻ്റെ ജീവൻ ദൈവത്തിന് വിട്ടുകൊടുക്കാം, ഇല്ലേ, എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവരതല്ല ചെയ്തത്. അവർ ആ മാരത്തോണിൽ പങ്കെടുത്ത് ആ പൈസ കൊണ്ടുവന്ന് ആ ഭർത്താവിനെ ചികിത്സിച്ച് അയാൾക്ക് ആവശ്യമുള്ള മരുന്ന് മേടിച്ച് അവർ മഹാരാഷ്ട്രയിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് കഥ. ഒറിജിനലായിട്ട് നടന്നതാണ്. അവരുടെ ഇന്ന് എനിക്ക് തോന്നുന്നു അവർ ഗിന്നസ് ബുക്കിൽ കയറി എന്നാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ പ്രായമായൊരു ഓടിയ ഇതിൽ ഒത്തിരി പത്രങ്ങളിലൊക്കെ അന്ന് കാലത്ത് വന്നതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 3-4-5 വർഷം മുമ്പ് വന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ പേര് മാത്രം മറന്നുപോയി ഞാൻ. നമ്മളൊന്ന് ഓർത്തു നോക്കേ, ഇങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലും. നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ നേടിയെടുക്കും. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നേടിയെടുക്കും. നമുക്ക് ആരെയെങ്കിലും അഗാധമായി സ്നേഹിക്കുന്നുണ്ട്, അവരുടെ ജീവന് വിലയുണ്ടെങ്കിൽ നമ്മൾ എന്തും നേടിയെടുക്കും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാകും, ഇല്ലേ. പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ്. പലരോടും നമുക്കൊരു എന്നാ പറയണേ, ഒരു ഇൻറ്റിമസി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവരോടൊരു പരസ്പര ബഹുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ചേർത്ത് നിർത്താനും ഏത് ആപത്ഘട്ടത്തിലും അവരെ രക്ഷിക്കാനും നമുക്ക് തോന്നും. പരസ്പരം പറ്റണ എന്നാണെന്നറിയാവോ, ആരോടും നമുക്കൊരു സ്നേഹം തോന്നുന്നില്ല. അത് മക്കളോടാണെങ്കിലും ഭർത്താവിനോടും മാതാപിതാക്കളോടാണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം മാത്രം എന്ന ചിന്ത വരുമ്പോഴാണ് നമ്മൾ പല കാര്യത്തിൽ നിന്ന് ഒഴിവായി പോകുന്നത്. പിന്നെ നമുക്കിതൊക്കെ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കുകയും ചെയ്യും. നമുക്ക് പൈസ വേണം താനും, ശരിയല്ലേ.
നമുക്ക് പലർക്കും പല ആഗ്രഹങ്ങളുണ്ട്, എല്ലാം വേണമെന്ന് നമുക്കുണ്ട്, പക്ഷെ നമുക്കൊരു പണി ചെയ്യാനും പറ്റില്ല. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. ആ സമയത്ത് നമ്മൾ പണി ചെയ്യുകയും നമുക്കത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിക്കുകയേ ഉള്ളൂ. നമ്മളത് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നേ. ഇപ്പോൾ ആ അമ്മ ചെയ്തതുപോലെ അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ട് അവർക്ക് മുമ്പിൽ ഒറ്റ ആശയമുണ്ടായിരുന്നുള്ളൂ, ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സ്കാൻ ചെയ്യുക, മരുന്ന് മേടിക്കുക. ഇത് മാത്രമായിരുന്നു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമാണ് അവർ സ്വപ്നം കണ്ടുകൂടിയത്. അതിലവർ വിജയിക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു സ്വപ്നങ്ങൾ കണ്ട് നമുക്കും ഓടി മുന്നേറാം, നമുക്കും വിജയിക്കാൻ സാധിക്കും. ഉറപ്പായ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.